ഹലോ പാർട്ട്നേഴ്സ്, നമസ്കാരം. എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സൈറ്റ് പരിശോധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫോൺ ലോക്ക് ഓപ്പണാക്കി അതിനുശേഷം ഈയൊരു പേജിലാണ് നമ്മളെത്തുക. ഓക്കെ, ഏറ്റവും താഴെ മാനേജ് ക്രിപ്റ്റോ എന്നതിൻ്റെയും താഴെ ഹോം, സ്വാപ്പ്, ഏൺ, ഡിസ്കവർ എന്ന് കാണാം. അവിടെ ഡിസ്കവറിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഡിസ്കവറിൽ ടച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. ഏറ്റവും മുകളിൽ സെർച്ച് ഓർ എൻ്റർ ഡി ആപ്പ്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെയൊരു പേജാണ് വരിക. അവിടെ നിങ്ങൾ ആ സെർച്ച് ബാറിൽ tokenfarming.io എന്ന് സെർച്ച് ചെയ്യുക. ഒരു പക്ഷേ ഇങ്ങനെ നേരെ താഴെ നിങ്ങൾ സെർച്ച് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടാവും. അവിടെ ഒന്ന് ടച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്കടുത്തതായി ഓപ്പണായി വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് കാണാം നിങ്ങൾക്ക്. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ്, ഏർലി ബേർഡ് സ്റ്റാറ്റസ്, റെഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്, റെഡീം റിവാർഡ്, സീഡ് ഫണ്ടിങ് ആൻഡ് ലോഗൗട്ട്, ഈ ഒരു പേജ് കാണാം. ആ ഒരു പേജിൽ നിങ്ങൾ വളരെ പ്രധാനമായി നോക്കേണ്ട 1-2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ റിവാർഡ് സ്റ്റാറ്റസ് എന്ന് ടച്ച് ചെയ്യുക. 1, 2, 3, 4, 5-ാമത്തെ ഓപ്ഷൻ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പേജ് ഇതായിരിക്കും. അവിടെ റിവാർഡ് സമ്മറി 2 ഭാഗങ്ങളുണ്ടാവും. നേരെ താഴെ റിവാർഡ് ഡീറ്റെയിൽ ആൻഡ് റെഡീം റിവാർഡ്. നിങ്ങൾക്ക് പേജ് ഓപ്പൺ ആക്കുമ്പോൾ റിവാർഡ് ഡീറ്റെയിൽ എന്ന് പറയുന്ന അവിടെ ഒരു ബ്ലൂ റൗണ്ട് കുറച്ച് കട്ടിയിൽ കാണും. അവിടെ നിന്ന് നേരെ റെഡീം റിവാർഡിലേക്കൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കൽ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫാമിംഗ് റിവാർഡ് സമ്മറി എന്ന് നിങ്ങൾക്ക് കാണാം. അവിടെ ടോക്കൺ റിവാർഡ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്ന് കാണാം. വലതുവശത്ത് വന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് റിവാർഡായി നിൽക്കുന്ന USDT. അതായത് ഈ ഒരു പേജിൽ 184.87 ഉണ്ട്. ഓക്കെ, അതിന് നേരെ താഴെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ ടോക്കൺ റിവാർഡ് എന്ന് കാണാം. 26 നവംബർ 2024. അതിന് നേരെ നിങ്ങൾക്ക് റിലീസായ റിവാർഡ് കാണാം. 41.01 USDT. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ സൈറ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നുകൂടി നിങ്ങൾ ഏറ്റവും മുകളിൽ വലതുവശത്ത് 3 ഡോട്ട് ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അവിടെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. വാലറ്റ് ബോർഡ് ആൻഡ് ഫാമിംഗ് സ്റ്റാറ്റസ്, 2-ാമത്തെ ആ ഒരു ഫാമിംഗ് സ്റ്റാറ്റസിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, ആ ഫാമിംഗ് സ്റ്റാറ്റസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് നിങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം സിസ്റ്റം എപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണോ നമ്മൾ ടോക്കൺ ഫാമിംഗ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി, അതായത് 200% ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വരുമാനം അവിടെ അവസാനിക്കും. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 400 USDT ആണ് ടോക്കൺ ഫാമിങ്ങിൽ നമ്മൾ ഫാമിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 800 USDT ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് കട്ടാവും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 469 ഏകദേശം 340 ടോക്കൺ കൂടി ഈ ഒരു വാലറ്റിൽ ലഭിക്കാറുണ്ട്. ആ ഒരു ടോക്കൺ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 400 നേരെ ഇരട്ടി 800 ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വാലറ്റിൽ വരുന്ന
റിവാർഡ് കട്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും സൈറ്റ് ഓപ്പണാക്കി ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടീം റഫറൽ വരുമാനം കൂടി ചേർന്നാണ് നിങ്ങൾക്ക് ഇവിടെ ടോക്കൺ റിവാർഡ് ലഭിക്കുക. സ്വാഭാവികമായി മറ്റ് വർക്കൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് മാത്രമാണ് 1000 ദിവസം കൊണ്ട് ടോക്കൺ ഫാമിംഗ് നേരെ ഇരട്ടിയായി ലഭിക്കുന്നത്. ഇത് ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നമ്മുടെ മീറ്റിങ്ങിൽ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും മുകളിൽ വലതുവശത്ത് 3 ഡോട്ടിൻ്റെ താഴെ യൂസർ ID എന്ന് നിങ്ങൾക്ക് കാണാം. 92 16 71 54. അതാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ. അതിൻ്റെ നേരെ ഇടതുവശത്ത് കാണുന്നതാണ് കണക്റ്റഡ്. അതാണ് നിങ്ങളുടെ എന്താ പറയുക, സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഓരോ കാര്യങ്ങൾ മെല്ലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവും. ഓക്കെ, താങ്ക് യു. ജയ് പേൾ ബെയിൻ, ജയ് PBC മെറ്റ. ഞാൻ ഷാജി കണ്ണൂർ. താങ്ക് യു.